ഹായ് ഗൈസ്, ഈ രണ്ട് മഹത് വ്യക്തികളെ നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾക്കറിയാത്തൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. സിബിൻ എൻ്റെ ബാല്യകാല സുഹൃത്താണ്. സോന, അതായത് അവൻ്റെ വൈഫ്, എനിക്ക് പെങ്ങളെ പോലെയാണ്. പെങ്ങളെ പോലെ എന്നല്ല, പെങ്ങളെ തന്നെയാണ്. അപ്പോൾ അവരെ ഒരുത്തനായിട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, അതായത് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. 18 21 തികയാൻ വേണ്ടി നോക്കിയിരുന്ന രണ്ട് 2K റോക്കറ്റുകളാണ് ഈ കാണുന്നത്, നമ്മൾ ഈ പരിചയപ്പെടുന്നത്. ഈ പറഞ്ഞോണ്ടിരിക്കണ നിന്നെ കണ്ടാൽ തന്നെ അറിയാം 90s ചീറ്റി പോയ ആണ് നീ എന്ന്. +2 എക്സാം എഴുതാൻ മടിയായതുകൊണ്ട്, പരീക്ഷയ്ക്ക് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്, പഠിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട്, വീട്ടു ജോലി ചെയ്യാൻ ഒരു മൂടും ഇല്ലാത്തത് കൊണ്ട് മാത്രം ഒളിച്ചോടിയ സോന എന്ന് പറയുന്ന പെൺകുട്ടിയും, അതേപോലെ ചുമ്മാ അങ്ങ് നോക്കി വായും വളർന്ന് തെറിയും വിളിച്ച് നടന്ന സൈക്കോ കള്ളൻ എന്ന് പറയുന്ന സിബിൻ ബാബു തമ്മിൽ ഒളിച്ചോടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പൊന്നുമോനെ, അതൊക്കെ 1.5 കോടി ആൾക്കാർ അന്നേ അറിഞ്ഞതാണ്. ഇത് ഏറ്റവും അവസാനം അറിയണത് നീയായിരിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 90s പോയ ആളാണ് നീ. അതും ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടി ഈ ഒരു കാരണം കൊണ്ട് ഒളിച്ചോടുന്നത്. നിങ്ങൾ പല കാരണങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. പ്രേമിച്ചവനെ കെട്ടിച്ച് തന്നില്ലെങ്കിൽ ഒളിച്ചോട്ടം, അവിഹിതത്താൽ ഒളിച്ചോട്ടം, പല രീതിയിൽ പല ഷേപ്പിൽ ഒളിച്ചോട്ടങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ സ്കൂളിൽ പോകാനും പഠിക്കാനും വയ്യ, എക്സാം എഴുതാനും വയ്യാത്തത് കൊണ്ട് മാത്രം ഒളിച്ചോടി ഒരു പെൺകുട്ടി എന്ന റെക്കോർഡ് ഗിന്നസിൽ കയറാനായിട്ട് ഈ സോനയ്ക്ക് സാധിക്കട്ടെ. അങ്ങനെ ഗിന്നസ് ബുക്കിൽ കയറാൻ പറ്റുമോ? അങ്ങനെ ഉണ്ടായാലും CBI നമുക്കത് വലിയൊരു ഫ്രെയിം ആക്കിയിട്ട് വീടിന്റെ ഫ്രണ്ടിൽ തന്നെ വെക്കണം കേട്ടോ. കൊള്ളാടാ, നീ നിന്റെ ഫോളോസ് ആയ ഒരുപാട് കൊച്ചു പിള്ളേരെ നീ പറ്റിച്ചിരിക്കുകയാണ്. സിഗ്മയാണ്, അണ്ണൻ മറ്റതാണ്, പ്രണയിക്കരുത്, തേങ്ങയാണ്, മാങ്ങയാണ്, തൊയ്യാണ്, കൊലയാണെന്ന് പറഞ്ഞിട്ട് നീ അവരെല്ലാരും പറ്റിച്ചുകൊണ്ട് അവസാനം നീ പെണ്ണിനെ കൊണ്ട് പോയി. ശരിയാണ് മോനെ, അത് നിന്നോട് ഞാൻ യോജിക്കുന്നുണ്ട്, 100% ഞാൻ നിന്നോട് യോജിക്കുന്നുണ്ട്. നിന്റെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിനക്ക് അല്ലാതെ ഒരു വീട്ടിൽ നിന്ന് പെണ്ണ് കെട്ടിച്ചേരൂല. അതുകൊണ്ട് നീ ഇരിച്ചോണ്ട് പോകാൻ മാത്രം നിന്നെ കൊണ്ട് പറ്റത്തുള്ളൂ. കെട്ടിച്ചേരത്തില്ല, ജീവിതത്തിൽ ഒരു വീട്ടിൽ നിന്ന് നിനക്ക് പെണ്ണ് വരത്തില്ല, അത് കൺഫേം. ഓന്റെ കാര്യം വിട്ട് അതിപ്പോ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. മോന്റെയും മോന്റെയും വെച്ചിട്ട് ആരെങ്കിലും പെണ്ണിരുന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്നിട്ട് ബാക്കിയുള്ളവരെ കാര്യം പറ.